പ്രിയമുള്ളവരെ, നമുക്കറിയാം തൃശ്ശൂരിലെ എം പി സുരേഷ് ഗോപി. അദ്ദേഹം ഈ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചത് കേരളത്തിലെ BJPയുടെ മഹത്വം കൊണ്ട് ഒന്നുമല്ല. കേന്ദ്രത്തിൻ്റെ ശക്തമായ ഇടപെടൽ, അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നിരന്തരമായ ഇടപെടൽ കാരണവും കഴിഞ്ഞ 5 വർഷക്കാലം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടത്തിയിട്ടുള്ള PR വർക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവിടെ സുരേഷ് ഗോപി വിജയിച്ചത്. അവിടുത്തെ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ക്രൈസ്തവ സമുദായം, അതേപോലെ സ്ത്രീ സമൂഹം, അവർ രാഷ്ട്രീയം നോക്കാതെ, ജാതി മതം ഒന്നും നോക്കാതെ അവിടുത്തെ സ്ത്രീ സമൂഹം ശക്തമായ കലവറയില്ലാത്ത പിന്തുണയാണ് സുരേഷ് ഗോപിക്ക് നൽകിയത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ 70,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചത്. എന്നാൽ ഇലക്ഷന് മുമ്പ് സുരേഷ് ഗോപി എന്തായിരുന്നോ, എങ്ങനെയായിരുന്നോ, അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായി, തികച്ചും വ്യത്യസ്തമായ ഒരു പ്രകടമായ ഒരു കാര്യമാണ് സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ വന്നാൽ കേന്ദ്രമന്ത്രിയായി അദ്ദേഹത്തിന് ഒരു പദവികൾ ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ജയിച്ച് കേരളത്തിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറന്നു വന്നു. കേന്ദ്രത്തിൽ ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചു. സുരേഷ് ഗോപിയും അത് പ്രതീക്ഷിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അത് കിട്ടിയില്ല. അതിൽ അദ്ദേഹത്തിന് തന്നെ ഈ വ്യക്തമായ ഒരു ദുഃഖമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിൻ്റെ ജനപ്രതിനിധിയായി അദ്ദേഹം ഉണ്ട് എങ്കിലും അദ്ദേഹം മത്സരിച്ച് വിജയിച്ച് വന്ന് ഇപ്പോൾ അദ്ദേഹം കേരളത്തിൽ വന്നാൽ അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിലേക്ക് വരാറില്ല എന്നുള്ളതാണ് പരാതി. അദ്ദേഹം എറണാകുളവും അതേപോലെ തിരുവനന്തപുരത്തുമാണ് അദ്ദേഹം സ്ഥിരമായി വരാറുള്ളത്. ഈ പരാതി ഉന്നയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, തൃശ്ശൂരിൽ തന്നെ BJPയുടെ പ്രവർത്തകരാണ് എന്നുള്ളതാണ്. BJPയുടെ പരാതികൾ കേൾക്കാൻ പോലും അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ സുനിൽ ഗോപി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം സുരേഷ് ഗോപിയെ ഹൈജാക്ക് ചെയ്തിട്ട് നടപടികൾ സ്വീകരിക്കുന്നു. ഇതിനെതിരെയും തൃശ്ശൂരിലെ BJPയുടെ പ്രവർത്തകരിൽ നിന്ന്, അതുപോലെ BJP നേതാക്കളിൽ നിന്നുള്ള ശക്തമായ പ്രതികരണമുണ്ട്. അദ്ദേഹം, നമുക്കറിയാം, നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സുനിൽ ഗോപി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ അവിടെ ഇദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പ്രവർത്തനം നടത്തുന്നത്. സുരേഷ് ഗോപി, നമുക്കറിയാം, ഇലക്ഷന് മുമ്പ് എങ്ങനെയായിരുന്നു അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായി, തികച്ചും വ്യത്യസ്തമായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് തന്നെ സുരേഷ് ഗോപിയുടെ ചില വാർത്തകൾ, ചില പെരുമാറ്റങ്ങളൊക്കെ ശക്തമായ ട്രോളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നടക്കുമ്പോൾ തന്നെ നമുക്ക് സുരേഷ് ഗോപിയുടെ ഏറ്റവും അടുത്ത ഉത്തമ സഹചാരി, സന്തത സഹചാരിയായിട്ടൊക്കെ നിന്നിട്ടുള്ള, ഇലക്ഷൻ സമയത്ത് സുരേഷ് ഗോപിയുടെ കൂടെ എപ്പോഴും കാണുന്ന, അതേപോലെ സുരേഷ് ഗോപി സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന, അതേപോലെ ഈ മാധ്യമപ്രവർത്തകരുമായി സുരേഷ് ഗോപിയേക്കാൾ ബന്ധമുള്ളൊരു വ്യക്തി ബിജു എന്ന് പറയുന്ന ഒരു സുരേഷ് ഗോപിയുടെ സന്തത സഹചാരി, അദ്ദേഹം സുരേഷ് ഗോപിയായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള, അതായത് സുരേഷ് ഗോപിയെ കൊണ്ട് കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ഇദ്ദേഹത്തെ വിളിച്ചാൽ കാര്യങ്ങൾ സാധിക്കുമെന്ന് അറിയാവുന്ന പലരും, അത്രയ്ക്ക് ബന്ധമുള്ള സന്തത സഹചാരി, സുരേഷ് ഗോപിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് 3 മാസക്കാലം സുരേഷ് ഗോപിയോടൊപ്പം തൃശ്ശൂരിൽ തമ്പടിച്ച് സുരേഷ് ഗോപിയുടെ PR വർക്ക് നടത്തുന്ന ബിജു എന്ന് പറയുന്ന ഒരു ഉത്തമ സുഹൃത്ത് പോലും ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു Facebook പോസ്റ്റ് നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം വളരെ വ്യക്തമായിട്ടാണ് സുരേഷ് ഗോപിക്കെതിരെ ശക്തമായിട്ടാണ് തന്നെ സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ പലരും ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ സുരേഷ് ഗോപിയോടൊപ്പം കാണുന്നില്ല എന്നുള്ള, അതിനൊക്കെ വ്യക്തമായ രീതിയിലാണ് അദ്ദേഹം ആ ഫേസ്ബുക്കിലൂടെ മറുപടി കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ Facebook പോസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം, സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അടുത്ത മാധ്യമ സുഹൃത്തുക്കളിൽ നിന്ന് വരെ, എന്തേ ബിജുവിനെ ഇപ്പോൾ സുരേഷ് ഗോപിക്കൊപ്പം കാണാത്തതെന്ന്. കേന്ദ്രമന്ത്രിയായപ്പോൾ നിങ്ങൾ തമ്മിൽ അകന്നോ എന്ന് സത്യമാണ്. ഒരു നിഴൽ പോലെ കൂടെ നിന്ന് ഞാൻ എങ്ങനെ സുരേഷ് ഗോപിയിൽ നിന്നകന്ന ചോദ്യം ഞാൻ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. സത്യമായും ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം കൊടുക്കൽ വാങ്ങലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. എന്തും തുറന്നു പറയാനുള്ള അടുപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷം കാരണം ഇലക്ഷൻ പ്രചാരണ വേളയിലടക്കം പല ദിവസങ്ങളിലും ഊണും കാപ്പിയും മുടങ്ങിയ ഹതഭാഗ്യവനാണ് ഈ എളിവനായ ഞാനും. പക്ഷേ അതെൻ്റെ കടമയായി മാത്രമേ കരുതിയിരുന്നുള്ളൂ. ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചിരുന്നില്ല. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സൗഹൃദം തുടങ്ങിയത് സുരേഷ് ഗോപി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്ന് പ്രതീക്ഷിച്ചുമല്ലായിരുന്നു. അത്രയ്ക്കായിരുന്നു ഞങ്ങൾ തമ്മിലെ സ്നേഹബന്ധം. എന്നാൽ ജയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ പ്രകടമായ വ്യത്യാസം എനിക്കും അനുഭവപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. എന്തിന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഡൽഹിയിലേക്ക് പോയതുപോലും
ചാനലുകളിലാണ് അറിയേണ്ടി വന്നത്. തെരഞ്ഞെടുപ്പ് വേളയിൽ 3 മാസത്തോളം കുടുംബത്തെ മറന്ന് സുരേഷ് ഗോപിക്കൊപ്പം തൃശ്ശൂരിൽ ഒരു വീട്ടിൽ കൊണ്ടുറങ്ങി ഒരേ വാഹനത്തിൽ യാത്ര ചെയ്ത് സഹോദരനെ പോലെ കൂടെ നിന്ന ഒരാളെന്ന നിലയിൽ പിന്നീട് അദ്ദേഹത്തിൽ നിന്നും മനഃപൂർവ്വമായി എന്ന് പറയുന്നില്ല എങ്കിലും ഉണ്ടായ പെരുമാറ്റം എനിക്ക് ഉൾക്കൊള്ളാനായില്ല. മനസ്സിന് വലിയ മുറിവേറ്റുന്നത് സത്യം. അദ്ദേഹത്തിന്റെ വിജയത്തിൽ പാർട്ടിക്കൊപ്പം വളരെ ചെറിയ പങ്ക് വഹിക്കുവാൻ എനിക്ക് കഴിഞ്ഞുവന്ന ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. അത് ഇനി സാക്ഷാൽ സുരേഷ് ഗോപി വിചാരിച്ചാലും ഇല്ലാതാക്കാനുമാകില്ല. ഒരു അകലം വിട്ടു നിൽക്കുവാനാണ് ഞാൻ ഇനി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ പൊതിയാൻ, സ്വീകരിക്കാൻ, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് മത്സരിക്കുന്നത് കാണുന്നുണ്ട്. സന്തോഷം. ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചത് കേന്ദ്രമന്ത്രി പദമോ MP സ്ഥാനമോ സൂപ്പർ സ്റ്റാർ പദവിയോ കണ്ടല്ല. കൂടെ കണ്ടാലും ഇല്ലെങ്കിലും ആ സ്നേഹം മനസ്സിൽ എക്കാലവും ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു കാര്യം കൂടി, കേന്ദ്രമന്ത്രിയായതിനു ശേഷം തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളിലോ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലോ ഒന്നും എനിക്ക് യാതൊരു പങ്കുമില്ല എന്നും എന്റെ സാന്നിധ്യമില്ല എന്നതും എനിക്ക് ആശ്വാസമുള്ള കാര്യമാണ്. അതിന്റെ പാപഭാരം എനിക്ക് ചുമക്കേണ്ടിയും വന്നില്ല. അദ്ദേഹത്തിനും രാധിക ചേച്ചിക്കും മക്കൾക്കും എല്ലാ നന്മകളും നേരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപി ഈ ഒരു നിലയ്ക്ക് പോയാൽ തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയിൽ നിന്ന് പ്രതീക്ഷിച്ചതിന് തിരിച്ചുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വന്നാൽ അടുത്തൊരു ഇലക്ഷൻ വരെ തൃശ്ശൂരിൽ കാത്തിരിക്കില്ല. ഒരുപക്ഷെ അടുത്ത ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് തന്നെ മനസ്സിലായി സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ വരാനുള്ള സാധ്യതയുമില്ല. ഇനി സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാൻ വന്നാൽ തന്നെ തൃശ്ശൂരിലെ ജനങ്ങൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. തൃശ്ശൂരുകാർക്ക് പറ്റിയ ഒരു അബദ്ധമാണോ സുരേഷ് ഗോപിയുടെ വിജയം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരുകാരോട് കാണിച്ചിരിക്കുന്ന ശക്തമായ ഒരു വഞ്ചനയാണ് എന്നുള്ള തന്നെ കാര്യത്തിൽ തൃശ്ശൂരുകാർക്കോ തൃശ്ശൂരിലെ BJPയുടെ പ്രവർത്തകർക്കോ സംശയമില്ല. മാത്രമല്ല, ഇപ്പോൾ പുതിയ വാർത്ത വന്നിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ സിനിമയിൽ അഭിനയിക്കാനുള്ള അനുവാദം കേന്ദ്ര BJP നേതൃത്വം കൊടുക്കുകയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തകൾ കൂടി വന്നിരിക്കുകയാണ്. ഇതിനെതിരെയൊക്കെ സുരേഷ് ഗോപി എങ്ങനെ പ്രതികരിക്കും, അതിൽ കേരളത്തിലെ BJPയുടെ പ്രവർത്തകരെ എങ്ങനെ കാണും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്.